ഹലോ എവരി വൺ, ക്യാം ഡോക്ടറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ ഒരു ഡ്രോൺ ക്യാമറയെ സംബന്ധിച്ചിട്ടാണ്. DJI മാവിക് മിനി. ഇതിന് പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ക്ലയൻറ്റ് യൂസ് ചെയ്യുമ്പോൾ താഴത്ത് വീണു, അങ്ങനെ അപകടം പറ്റിയതാണ്. നോർമലി ഡ്രോൺ ക്യാമറയ്ക്ക് ഇത് തന്നെയാണ് കേട് വരാറ്. താഴത്ത് വീണിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതിൻ്റെ പാർട്സ് പലപ്പോഴും എല്ലാ മോഡലിൻ്റെയും കിട്ടണമെന്നില്ല. പക്ഷേ ഇതിപ്പം ടോട്ടലി ഓപ്പൺ ചെയ്തു. ഇതിൽ പൊട്ടിയ ഭാഗങ്ങളുണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു ബീക്കൺ ലൈറ്റിൻ്റെ ഭാഗം പൊട്ടിയിരുന്നു. അതൊക്കെ ശരിയാക്കി സോൾഡർ ചെയ്യേണ്ടതൊക്കെ സോൾഡർ ചെയ്തു. പിന്നെ ലോക്ക് ടൈറ്റിൻ്റെ പശ കൊണ്ട് എല്ലാ പൊട്ടിയ ഭാഗങ്ങളും യോജിപ്പിച്ചു. ഇപ്പോൾ ഫിക്സ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. ഇത് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ടത്, ഇങ്ങനെ വീണ് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാറ്ററി റിമൂവ് ചെയ്ത് വെക്കേണ്ടതാണ്. ഈ കസ്റ്റമർ ബാറ്ററി റിമൂവ് ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മളെടുത്ത് കൊണ്ടുവന്നതിന് ശേഷമാണ് മാറ്റുന്നത്. അപ്പോൾ അതിൻ്റെ ക്യാമറയുടെ സെക്ഷന് കാര്യമായ കേടുപാട് സംഭവിച്ചിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. ഏതായാലും ഇത് വർക്ക് ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ ക്യാമറ ടോട്ടലായിട്ട് വാങ്ങാൻ കിട്ടും, അത് മാറ്റാവുന്നതാണ്. ഇപ്പോൾ ഇതിനകത്ത് ഇപ്പം നമുക്ക് കിട്ടിയിട്ടുള്ളത് സർക്യൂട്ട് ബോർഡ് ഫിക്സ് ചെയ്തിട്ടുള്ള അതിൻ്റെ ഷാസിയിലുള്ള സ്ക്രൂവിൻ്റെ പോയിൻ്റ് ഇതൊക്കെ പൊട്ടിയിരുന്നു. അതൊക്കെ ഓപ്പൺ ചെയ്തെടുത്തു. നല്ല ശക്തിയുള്ള പശ കൊണ്ട് ഒട്ടിച്ചിട്ടുണ്ട്. കൂടാതെ ഇലക്ട്രിക് സർക്യൂട്ട്, അതിൻ്റെ 4 ഭാഗത്തുള്ള ഒരു ലൈറ്റിൻ്റെ ഭാഗം പൊട്ടിയിരുന്നു. അത് ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പം കസ്റ്റമറാണ് നിൽക്കുന്നത്, അത് അയാൾക്ക് കൈയോടെ റിപ്പയർ ചെയ്ത് കിട്ടുകയും വേണം. അപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നത് ഫഹദാണ്. ഫഹദ് ഈ ഡ്രോൺ ക്യാമറയുടെ ഒരു സ്പെഷ്യലിസ്റ്റാണ്. പുള്ളിക്ക് വലിയ ഇൻട്രസ്റ്റാണ് ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ അതുമാത്രമല്ല, ഇതിൽ എൻ്റെ ആപ്പും മറ്റുമൊക്കെ മൂപ്പരുടെ മൊബൈലിലാണുള്ളത്. അപ്പം മൊബൈൽ ഫോണും ഇതിന് മസ്റ്റാണല്ലോ. ഇപ്പോൾ റിപ്പയർ കഴിഞ്ഞ് അതിന് ശേഷം അതൊന്ന് ഒരു ടെസ്റ്റ് റൺ ചെയ്ത് നോക്കണം. ഞങ്ങളുടെ ഈ ഏരിയ ദേര നൈഫിൻ്റെ ഭാഗത്താണ്. ഇവിടെ റെസ്ട്രിക്ഷൻ ഉണ്ട്. ഇവിടെ ഈ ഡ്രോൺ പറത്താൻ പാടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പറത്തി വിട്ടാൽ ഇതൊരു ഏതാണ്ടൊരു 10-15 അടിയിലോ കൂടുതലോ വരില്ല. അതുവരെ വരുന്ന ശേഷം ഒരു മെസ്സേജ് വരും, പിന്നെ ഇത് റെസ്ട്രിക്റ്റഡ് ഏരിയ, ഇവിടെ ഡ്രോൺ പറത്താൻ പാടില്ല എന്ന്. ഇതിൻ്റെ ഈ ജോയ്സ്റ്റിക്കിൻ്റെ റിമോട്ട് കൺട്രോളിൻ്റെ മുകളിൽ ഡിസ്പ്ലേ കാണുന്നില്ല, അതിൽ എഴുതി വരും. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഷോപ്പിൻ്റെ ഉള്ളിൽ നിന്ന് പറത്തി നോക്കാം. ഇല്ലെങ്കിൽ പുറത്ത് വെച്ച് പറത്തിയാൽ ചിലപ്പം പോലീസുകാർ വന്നിട്ട് പെർമിഷൻ ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. അതുകൊണ്ട് നമ്മൾ നിയമം ലംഘിക്കേണ്ട. തൽക്കാലം റിപ്പയർ കഴിഞ്ഞിട്ട് ഇതിനകത്ത് തന്നെ വെച്ചൊന്ന് പറത്തി നോക്കാം. ഓൾമോസ്റ്റ് എല്ലാ ഭാഗവും ഫിക്സ് ആയി കഴിഞ്ഞു. ഇപ്പോൾ അതിൻ്റെ അടിഭാഗത്തുള്ള നേരത്തെ എല്ലാം ഡിസ്മാൻഡിൽ ചെയ്ത് വെച്ച പോർഷൻ അത് കിട്ടിയില്ല. ഞാൻ വരുന്നതിന് മുന്നേ ഇവരെല്ലാം ചെയ്ത് കഴിഞ്ഞിരുന്നു. ഏതായാലും ഇത് പ്രശ്നമില്ല. ഇതിനൊക്കെ വേണ്ട ഹലങ്കിയും സ്ക്രൂ ഡ്രൈവറും ഒക്കെ അവൈലബിളാണ്. ചെയ്യാൻ എളുപ്പമുള്ള സംഭവമാണ്. ഒരു മോട്ടർ ഇതിൻ്റെ ഈ ലീഫ് കറങ്ങുന്നില്ലായിരുന്നു. അത് സംബന്ധമായിട്ടുള്ള ആ മോട്ടർ അത് നിലത്ത് അടിച്ച് വീണത് കൊണ്ട് അവിടെ ബെൻഡായത് മറ്റോ ആണെന്ന് തോന്നുന്നു. അതൊരു അഴിച്ചെടുത്തു. അത് റീഫിറ്റിങ് ചെയ്തപ്പോൾ തന്നെ റെഡി ആയിരിക്കുന്നു. ഫിക്സിങ് ഏതാണ്ട് ഫൈനൽ സ്റ്റേജിലാണ്. ഇതിൻ്റെ വേറെ പല മോഡലുകളും ഉണ്ട്. നേരത്തെ വന്നതൊക്കെ തന്നെ ഇങ്ങനെ വീണിട്ടും അങ്ങനെ പോയി അടിച്ച് പിന്നെ അങ്ങനെയൊക്കെ ചെറിയ ഇതിനെ പരിക്ക് പറ്റിയിട്ട് വന്നതാണ്. അല്ലാതെ സ്വമേധയാ വരുന്ന ഫോൾട്ട് വളരെ കുറവാണ്. അങ്ങനെ ഒരു ഫോൾട്ട് വന്നിട്ടില്ല, അങ്ങനെ ഞങ്ങളുടെ അടുത്ത് എത്തിയിട്ടില്ല. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൻ്റെ മേക്കിങ്ങൊക്കെ നല്ല സ്ട്രോങ് ആണ്. എല്ലാ അതിൻ്റെ നോംസും പാലിച്ചുകൊണ്ട് തന്നെയാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളതെന്നാണ്.
ഈ കസ്റ്റമർ ഒരു പ്രൊഫഷണലാണ്. അദ്ദേഹം എന്തോ അർജൻറ്റായിട്ടുള്ള വർക്കുള്ളത് കൊണ്ടാണിപ്പം ഇത് പെട്ടെന്ന് തന്നെ ശരിയാക്കി കിട്ടാൻ വേണ്ടിയിട്ട് വന്നത്. ഞങ്ങൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അദ്ദേഹത്തെ നിർത്തിക്കൊണ്ട് തന്നെ ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ കാരണം കൊണ്ട് അദ്ദേഹത്തിന് കിട്ടുന്ന വർക്കില്ലാതായി പോകണ്ട. പക്ഷേ ക്യാമറയുടെ ഭാഗത്തിന് തിരക്കേട് പറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ അയാളെ കാര്യങ്ങളൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. പ്രത്യക്ഷത്തിൽ അങ്ങനെ ഒരു സംശയം തോന്നുന്നുണ്ട്. ക്യാമറയുടെ ആ പോർഷൻ വളരെ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ എവിടെയെങ്കിലും ചെറിയൊരു ജർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ മോട്ടറും മറ്റൊന്നും വർക്കായെന്ന് വരില്ല. പുള്ളി ടോട്ടൽ വർക്ക് കഴിഞ്ഞു. ഇനി ഒന്ന് പറത്തി നോക്കുകയാണ്. ഇതിപ്പോൾ വർക്ക്ഷോപ്പിനുള്ളിൽ തന്നെയാണ് വർത്തുന്നത്. പുറത്ത് വെച്ചിട്ട് ഷോപ്പിൻ്റെ പുറത്ത് വെച്ചിട്ട് വർത്താൻ പറ്റില്ല. കാരണം ഇത് പോലീസ് സ്റ്റേഷൻ ഒക്കെ ഉണ്ട്. ഇവിടെ ഈ ലൊക്കാലിറ്റിയിൽ ഡ്രോണ് പറത്താൻ പാടില്ലെന്ന നിയമമുണ്ട്. പക്ഷേ ഡ്രോണ് പറത്താൻ നിയമമൊന്നും വേണ്ട, ഇത് പറക്കില്ല. ഇതൊരു 10-15 അടി ഉയർന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഈ ഡയലോഗ് എഴുതി വരും. പിന്നെ അത് താഴോട്ട് വന്ന് അവിടെ ലാൻഡ് ചെയ്യും. അങ്ങനെയാണ്. മൊബൈലുമായിട്ട് കണക്ട് ചെയ്തു. മൊബൈലിലെ ആപ്പൊക്കെ നേരത്തെ തന്നെ ഡൗൺലോഡ് ചെയ്ത് വെച്ചതുണ്ട്. പിന്നെ അതിൻ്റെ ഈ ജോയ്സ്റ്റിക്കാണ്, റിമോട്ട് കൺട്രോൾ. ടേക്ക് ഓഫ് ആവുന്നില്ലേ എന്തോ. കാര്യം ഇതിൻ്റെ ടേക്ക് ഓഫ് ചെയ്യുന്നതിന് എന്തൊക്കെയോ പ്രശ്നം. ഓക്കെ ഫ്രണ്ട്സ്, ഇത് ചെറിയൊരു ലൂസ് കോണ്ടാക്റ്റ് ആയിരുന്നു. അതിൻ്റെ ഒരു ജിഗ് കണക്ടർ ലൂസായി പോയതാണ്. ഇപ്പോൾ അത് ഫുൾ വർക്കിംഗ് കണ്ടീഷനാണ്. അപ്പോൾ ഇതിൻ്റെ പ്രോഗ്രാം ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. ബൈ.